ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഫാസിസത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല കോണിൽ നിന്നും ഇതുപോലെയുള്ള പല ഭീഷണികളും രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്നുണ്ട്. പക്ഷേ ഇത് നോക്കൂ, ഒരു ചാനൽ ചർച്ചയിലാണ് BJPയുടെ ഔദ്യോഗിക വക്താവാണ് ഇത്തരം ഒരു ഭീഷണി മുഴക്കിയത്. 4 ദിവസം കഴിഞ്ഞതിന് ശേഷവും അത് തിരുത്തപ്പെടുന്നില്ല എങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് ശ്രീ ജോർജ് പൊടിപ്പാറ? തീർച്ചയായിട്ടും ഇതൊക്കെയിടയിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വാക്കൊക്കെ ഇങ്ങനെ വാക്കിലൊക്കെ വീഴ്ച ഉണ്ടാകാം, അല്ലെങ്കിൽ തെറ്റാകാം, അല്ലെങ്കിൽ പരിധി വിടാം. ഇതൊക്കെ ശരിയാണ്, അങ്ങനെ സംഭവിക്കാം. നമുക്കതിനെ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ വരുന്നത് പോലും തെറ്റാണ് എങ്കിൽ പോലും അതൊരു വികാര തള്ളിച്ചയിൽ വന്നതാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട കയറും എന്ന് അദ്ദേഹം പറയുന്നത് ലോകം മുഴുവൻ കേട്ടതാണ്. അത് ഒരു അതിരുവിട്ട പ്രസ്താവനയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ലഡാക്കിലെ പ്രശ്നങ്ങളുടെ പേരിൽ അദ്ദേഹം പറയുന്നു, അവിടെ ജൻസി പ്രക്ഷോഭം നടക്കുന്നു, ആ പ്രക്ഷോഭത്തിന് കാരണക്കാരൻ രാഹുൽ ഗാന്ധിയാണ്, അദ്ദേഹത്തിന്റെ കലാപാഹ്വാനമാണെന്നുള്ള രീതിയിൽ സമർത്ഥിക്കാനാണ് ശ്രമം നടക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ പറയാൻ തക്ക പോലെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പരസ്യമായ കലാപാഹ്വാനം നടന്നിട്ടുണ്ടോ? ഒന്നും നടന്നിട്ടില്ല. മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രതിനിധി അന്ന് ശ്രീ റോണി കെ ബേബി എത്ര പക്വതയോടെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അദ്ദേഹം ഒരു പ്രകോപനം ഉണ്ടാക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് അങ്ങനെ ഒരു ആഹ്വാനം, ഇപ്പൊ ബംഗ്ലാദേശിലോ നേപ്പാളിലോ ഉണ്ടായതുപോലെ ഒരു ജൻസി പ്രക്ഷോഭത്തിന്, പരസ്യ കലാപത്തിന് കോൺഗ്രസ് എവിടെയെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? വിദ്യാർത്ഥികളോട് തെരുവിലിറങ്ങാൻ, യുവതയോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ്, അങ്ങനെയുള്ള ആ ചർച്ചയ്ക്കിടയിലാണ് ഈ പറഞ്ഞ പ്രിന്റു മഹാദേവ് സമനില തെറ്റിയതുപോലെ ക്ഷുഭിതനാകുന്നതും പൊട്ടിത്തെറിക്കുന്നതും. അങ്ങനെ എങ്ങാനും ചെയ്താൽ, അങ്ങനെ സംഭവിച്ചാൽ, അങ്ങനെ ഇന്ത്യയിൽ അതിനുള്ള തന്റെ ഇടം കാണിച്ചാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലും വെടിയുണ്ട കയറും എന്നാണ് അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഇത് അവതാരക താങ്കൾ തന്നെ പലവട്ടം പറഞ്ഞു, അത് തെറ്റായിപ്പോയി, അത് പിൻവലിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ എന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം അതേക്കുറിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ആ പ്രസ്താവനയിൽ ഉറച്ചു നിന്ന് വീണ്ടും ആക്രോശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വളരെ നിർഭാഗ്യകരമാണ്. പ്രിന്റുവിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ BJPയുടെ എന്താ പറയുക, ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി കാണുന്നൊരു മുഖമാണ്. അദ്ദേഹം ചാനൽ ചർച്ചകളിൽ തന്റെ ഭാഗം പറയാറുണ്ട്, നന്നായി പറയാറുണ്ട്, അവതരിപ്പിക്കാറുണ്ട്. ഇതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് തീർത്തും നിർഭാഗ്യകരമാണ്. ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവ്, ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവിന് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി സംസാരിക്കാൻ അവകാശമുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ വോട്ട് കൊള്ളക്കെതിരെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അനീതികൾക്കെതിരെ, ഈ പറഞ്ഞതുപോലെ ബീഹാറിലെ സമ്പൂർണ്ണ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ രാഹുൽ ഗാന്ധി അതിശക്തമായിട്ട് രംഗത്തിറങ്ങുന്നു. അതുപോലെ തന്നെ ഈ ലഡാക്കിലെ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയെ അറസ്റ്റ് ചെയ്തു, അത് അവരെ പ്രകോപിപ്പിച്ചു. അവിടുത്തെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങുന്നു, സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിക്കുന്നു. ഇതിന്റെയൊക്കെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ലഡാക്കിൽ അന്ന് റോണി കെ ബേബി പറഞ്ഞതുപോലെ ലഡാക്കിൽ 2019 ഒക്കെ ജയിച്ച പാർട്ടിയാണ് BJP. അവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം തൊഴിലില്ലായ്മ അടക്കം നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യാതെ അവിടുത്തെ ചെറുപ്പക്കാര് സമരരംഗത്ത് ഇറങ്ങുമ്പോൾ ആ സമരത്തിന്റെ അടിസ്ഥാന കാരണങ്ങളെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കാതെ പകരം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ ആക്രോശിക്കുകയും അദ്ദേഹത്തെ വേണ്ടി വന്ന വെടിവെച്ച് കൊല്ലും എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു സമീപനം എത്ര നിർഭാഗ്യകരമാണ്. എന്തൊരു ഫാസിസ്റ്റ്, എന്തൊരു ധിക്കാരപരമായ സമീപനമാണിത്. മാത്രമല്ല, അതിനേക്കാൾ നിർഭാഗ്യകരം, ഇത്രയും പച്ചയ്ക്ക് ഒരു ചാനൽ ചർച്ചയിലിരുന്ന് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലും, വേണ്ടി വന്നാൽ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ അദ്ദേഹം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ തെരുവിലിറങ്ങിയാൽ, ഈ പറഞ്ഞ ജൻസി പ്രക്ഷോഭം പോലെയുള്ള കാര്യങ്ങളുമായിട്ട് അദ്ദേഹം തെരുവിലിറങ്ങിയാൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെടിയുണ്ട കയറും എന്ന് പറയുന്ന ആ അഹങ്കാരത്തെ, ആ ധാർഷ്ട്യത്തെ ഒന്ന് തള്ളി പറയാൻ ഇന്ത്യയിലെ ദേശീയ തലത്തില് BJP തയ്യാറായിട്ടില്ല. കേരളത്തിലെ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല. എന്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ട്, ഒരു പരസ്യ പ്രസ്താവന നടത്തിയിട്ട് അതിനെതിരെ ഒരു കേസെടുക്കാനോ ഏതെങ്കിലും നിയമോപദേശം തേടി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ കേരളത്തിലെ സർക്കാരും തയ്യാറാവുന്നില്ല എന്ന് വരുമ്പോൾ എന്തൊരു കഷ്ടമാണെന്ന്. മാത്രമല്ല, മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആക്രോശം ഉണ്ടാവുന്നെങ്കിൽ എന്തായിരിക്കും കോലാഹലം? എന്തായിരിക്കും? തീർച്ചയായും ഇപ്പോഴും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന്
വ്യക്തമായ ഒരു മറുപടി ഇതിൽ ഉണ്ടായിട്ടില്ല. ഒരു തിരുത്തോ തള്ളിപ്പറയലോ കൃത്യമായി ഉണ്ടായിട്ടില്ല. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പ്രിന്റു മഹാദേവിനെതിരെ എന്നതാണ് സാഹചര്യം. ഈ വിഷയത്തിൽ ആകെ പ്രതികരിച്ചിട്ടുള്ളത് വി മുരളീധരൻ മാത്രമാണ്. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകില്ല എന്നത് ഏതാണ്ട് BJP നേതൃത്വം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഈ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ ഒരു BJP പ്രതിനിധിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് പറയാൻ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന തീരുമാനമാണ് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ടവർ നമുക്ക് നൽകിയത് എന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ BJP നേതൃത്വത്തിൻ്റെതായി വന്നിട്ടുള്ള ആകെയുള്ള പ്രതികരണം വി മുരളീധരൻ്റെതാണ്. അദ്ദേഹം എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത് വാർത്താ സമ്മേളനത്തിനിടെ ഉയർന്ന ചോദ്യങ്ങളോട് എന്നത് ഒന്ന് കേൾക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കും. അങ്ങനെ ഒരു ചർച്ച തന്നെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള ചർച്ച.